മുകളിലോട്ടൊരു വലുത്. ആ കൊണ്ട് കേട്ടോ. ഇതൊരു കരിമീനുണ്ട് കേട്ടോ എൻ്റെ കൂട്ടത്തിൽ. ഞണ്ട് വരുന്നുണ്ട്. ഇത് കണ്ട ഒരു ഞണ്ട്. കൊണ്ട് ക്ലിയർ ഷോട്ട്. ഇതേ നമ്മുടെ ഞണ്ട് കുട്ടൻ അങ്ങനെ കയറിയിട്ടുണ്ട്. ഒരു തിലോപ്പി നിൽക്കുന്നുണ്ട്. എന്തോ രോഗം ബാധിച്ചിട്ട് വെള്ള കളർ എൻ്റെ തലയിൽ നിന്നൊക്കെ കുറച്ച് ചെതമ്പലൊക്കെ പോയി എൻ്റെ വാലും ഒക്കെ പോയി നിൽക്കണതുണ്ട്. ഗൈസ് ഇതേ നമുക്ക് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയ തിലോപ്പി. അതേപോലെ തന്നെ ഇതേ ഹെവി സാധനമുണ്ട്. അതേപോലെ ഇതൊരു സ്പെഷ്യൽ ഐറ്റം കണ്ടത്. അത് അടിപൊളി ഒരു സാധനമാണ്. ഞണ്ടിനെ സ്ലിംഗ് ഷൂട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അടികൊണ്ട് പാടിതേ നമുക്ക് കാണാം. ഒറ്റക്കാലഞ്ഞുണ്ടായിരുന്നു കേട്ടത്. നമുക്ക് മിക്കവാറും കിട്ടാറുള്ള ഒറ്റക്കാലഞ്ഞുണ്ട്. അടികൊണ്ട് ചത്തിട്ടില്ല. എന്നാൽ ഓടണ്ട ഇവിടെ തന്നെ ഇന്ന് ഇങ്ങനെ വെച്ചത് കൊണ്ട് തന്നെയാണ് ഇപ്പം നിരച്ചു. അതേപോലെ ഒരു കരിമീനുണ്ട്. പിന്നെ 2-3 നമുക്ക് കിട്ടിയത് കൊടുത്തായിരുന്നു കേട്ടോ മീൻ. അതുപോലെ തന്നെ ഇതേ നമ്മൾ ആദ്യത്തെ റബ്ബർ നമ്മുടെ പൊട്ടിപ്പോയി കഴിഞ്ഞത് നമ്മൾ ഇന്ന് രാവിലെ തന്നെ സെറ്റ് ചെയ്തെടുത്ത പുത്തൻ റബ്ബറാണ്. ഇത് ഇത് നമ്മൾ കെട്ടിയെടുത്ത റബ്ബറാണ് കേട്ടത്. വാങ്ങിച്ചിട്ട് ലൂസ് റബ്ബർ വാങ്ങിച്ചിട്ട് കെട്ടിയെടുത്ത് സാധാരണക്കാളും ഇച്ചിരി കൂടിയ റബ്ബറാണ്. അതുപോലെ തന്നെ ഇച്ചിരി നല്ല പവറുണ്ട്. അപ്പോൾ ഇതിട്ടിട്ടാണ് ഷൂട്ട് ചെയ്ത് നമ്മുടെ ആദ്യത്തെ റബ്ബർ പൊട്ടിപ്പോയി. അപ്പോൾ ഇത്രയും മീനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി സ്ഥലത്തേക്ക് നല്ല സ്ലിംഗ് ഷോട്ട് ഫിഷിങ്ങിനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ സ്ലിംഗ് ഷോട്ട് ഫിഷിങ് വളരെയധികം കുറവായിരുന്നു. ക്രോസ് ബോയും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു നമ്മുടെ ഫിഷിങ്. അപ്പോൾ നമ്മൾ സ്ലിംഗ് ഷോട്ട് ഫിഷിങ്ങിനായിട്ട് ഇറങ്ങിയേക്കാം. നേരത്തെ നമ്മൾ വന്നിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോകുമായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതേ ഇവിടെ കുറച്ച് മീൻ നമ്മൾ കണ്ട കരിമീൻ, അതേപോലെ തിലോപ്പി, അത്യാവശ്യം കുറച്ച് മീനുകളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇതേ നമ്മൾ സ്ലിംഗ് ഷോട്ടിൽ നമ്മൾ മാജിക് ഡാറ്റൊക്കെ ഇട്ട് നമ്മളെന്തായാലും പുതിയ നമ്മുടെ റീലൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനകത്തൊന്ന് ആദ്യം ഒന്ന് 2-3 ഷൂട്ട് ചെയ്ത് നോക്കാം കേട്ടോ. കാരണം വെള്ളം ഇച്ചിരി കുറവാണ്. അതേപോലെ തന്നെ വെയിൽ അത്യാവശ്യമുണ്ട്. നല്ല തെളിച്ചമൊക്കെ ഉണ്ട് വെള്ളത്തിന്. അപ്പോൾ മീനെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കൂടുതൽ ലോങ് ആണ് നിൽക്കുന്നത്. അരികത്തൊക്കെ കുറവാണ്. അരികത്തോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. കുഴപ്പമില്ല. ഇച്ചിരി ലോങ്ങൊക്കെ നിൽക്കുന്ന മീനൊക്കെ ഇതിൽ ഇച്ചിരി കുറച്ച് ലോങ്ങൊക്കെയാണ് മീൻ നിൽക്കുന്നത്. അത്യാവശ്യം നല്ല ലോങ്ങൊക്കെ നിൽക്കുന്നുണ്ട് മീൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഒരുമാതിരി വെള്ളം കുറവും കൂടെ ആയത് കാരണം നമുക്ക് ഷൂട്ട് ചെയ്ത് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല വലിയ തിലോപ്പൊക്കെ അരികൽ ഇവിടെ അടുത്തൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ. എന്നാലും നമുക്ക് ഹെഡ് മൗണ്ടിലേക്ക് ഷൂട്ട് ക്യാമറ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ. ഇവിടെ അടുത്ത് തന്നെ ഒരെണ്ണം വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഷൂട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഷൂട്ട് തന്നെ നമുക്ക് ആദ്യത്തെ ഒരു മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി നൈസ്, അടിപൊളി ഹെഡ് ഷൂട്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഷോട്ടിൽ തന്നെ നമ്മുടെ ഒരു മീൻ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മാജിക് ഡാർട്ടിൽ ആദ്യത്തെ മീൻ. അടിപൊളി. നമുക്ക് ഊരിയെടുക്കാം കേട്ടോ. ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ശരിക്കും ചുറ്റിപ്പ്. ഇവിടെ നമ്മുടെ നൂല് ഇവിടെ ചുറ്റിപ്പോയിട്ടുണ്ട് ശരിക്കും. ഡാർട്ടിൻ്റെ ബാക്കിൽ ശരിക്കും ചുറ്റി കിടക്കും. അഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇവ നമുക്ക് അഴിച്ചെടുക്കാം കേട്ടോ. അയ്യോ, ത്രെഡ് നല്ലോണം ടൈറ്റായിട്ടിരിക്കണം കേട്ടോ. ഓക്കെ. അതെ, നമുക്ക് ഇങ്ങനെ തന്നെ അഴിച്ച് താഴത്തേക്ക് ഇടാം. നമുക്ക് സഞ്ച് ബാഗിനകത്താണ്. അതുകൊണ്ട് നമുക്ക് 2-3 അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. കണ്ട ആദ്യത്തെ മീൻ തന്നെ നല്ല അടിപൊളി തിലോപ്പി, റെഡ് തിലോപ്പി ആയിരുന്നു കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസ് മീനാണ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ വന്നപ്പോൾ തന്നെ ഫസ്റ്റ് ഷൂട്ടിൽ തന്നെ മീൻ കയറും ഒട്ടും പ്രതീക്ഷിച്ചില്ല. കണ്ട അത്യാവശ്യം കുഴപ്പമില്ല. ഒരു 1/2 കിലോ സൈസൊക്കെ വരുന്ന തിലോപ്പിയാണ് കേട്ടോ. അടിപൊളി റെഡ് തിലോപ്പി. ഓക്കെ. അപ്പോൾ ഓക്കെ, നമുക്ക് നോക്കാം. ഇത് ഇവിടെ ഇപ്പം ഇച്ചിരി വെയിൽ ഇച്ചിരി മങ്ങിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം കാണാൻ പറ്റുന്നുണ്ട്. നമുക്കൊന്നുകൂടെ നോക്കാം കേട്ടോ. ഇവിടെ ഒരു വലിയൊരു തിലോപ്പി ഉണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസ് ഒരു തിലോപ്പി ഇവിടെ നിൽക്കുന്നുണ്ട്. കൊണ്ട് അവനെ വലിച്ചിട്ട് ഓടണേ. അമ്മോ, അടിപൊളി. നല്ല അടിയിലാണ് നിന്നേച്ചത്. പക്ഷെ അവൻ അടി കൊണ്ട് കേട്ടോ കറക്റ്റായിട്ട്. അടി ഹെഡ് ഷോട്ട് തന്നെ ഉണ്ട്. നല്ല അടിപൊളി തിലോപ്പി. ഇതേ നമ്മുടെ 2ാമത്തെ തിലോപ്പി. അടിപൊളി. പനിയൊക്കെ ആയത് കാരണം നമ്മുടെ ശബ്ദമൊക്കെ വലിയ ക്ലിയർ ആയിട്ടില്ല. ശബ്ദമൊക്കെ മാറിയിട്ടിരിക്കുകയാണ്. ചുമയും പനിയൊക്കെ ആയിരുന്നു നമുക്ക്. കാരണം കുറച്ച് ദിവസമായിട്ട് നമ്മൾ വലിയ കാര്യമായിട്ടുള്ള ഫിഷിങ്ങിനൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു. അതെ, നമ്മൾ 2ാമത്തെ തിലോപ്പി. അപ്പോൾ പിന്നെ നമുക്ക് ഊരിയെടുത്തിട്ട് ആദ്യത്തെ കിട്ടിയ നമ്മൾ സഞ്ചിക്കകത്തേക്ക് എടുത്തിട്ട് കേട്ടെ. ഇവിടെ കിടന്ന ചാടി കഴിഞ്ഞാൽ നിറച്ച് ഉറുമ്പ് വരും ഇവിടെ. അത് കാരണം നമ്മൾ കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എടുത്തിട്ട് സഞ്ചിക്കകത്തേക്ക്. ഇത് 2ാമത്തെ തിലോപ്പി നമുക്ക് കയറിയിരിക്കുന്നത്.
ഇത് നേരത്തെ കിട്ടുന്നതിലും കുറച്ചുകൂടെ വലുതാണ് കേട്ടോ. 1/2 കിലോ സൈസ് ഇച്ചിരൂടെ വലിപ്പമുണ്ട്. നേരത്തെ കിട്ടുന്ന ഇച്ചിരി വലുത് ഓക്കെ. അപ്പോൾ ഇവനെ നമുക്കിത് സഞ്ചിക്കകത്തേക്ക് എടുത്തിട്ടേക്കാം. ഓക്കെ, അടിപൊളി തിലോപ്പിയായിരുന്നു. അപ്പോൾ ഇനി നോക്കട്ടെ. ഇനിയിപ്പോൾ ഇതേ അനക്കം തട്ടിക്കഴിയുമ്പോൾ ഓരോന്നോരോന്ന് നമുക്ക് അവിടെ നിന്ന് കളിച്ച് ഓരോ തിലോപ്പി ഇങ്ങോട്ട് വരുവേ. അതുകൊണ്ട് ഇവിടെ ഒരു വലുത് നിൽപ്പുണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസ് ഒരു സാധനമാണ് നിൽക്കുന്നത്. അയ്യോ, കൊണ്ട് അടികൊണ്ട് അമ്മോ, ഹെവി സാധനം. അയ്യോ, ഒട്ടും പ്രതീക്ഷിച്ചിട്ടല്ല. അടിയിൽ നിൽക്കണായിരുന്നു. കളർ മാത്രമേ കണ്ടുള്ളൂ ഞാൻ. അടിപൊളി സാധനം. അമ്മോ, കിണ്ണം കാച്ചി മീൻ. ഇത് കണ്ടത് കൊക്കിൻ്റെ കൊത്തൊക്കെ കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. വെള്ളം കുറവായതാറുണ്ട്. അതിൻ്റെ മേത്ത് 2-3 പാടൊക്കെ കാണുന്നുണ്ട്. അടിപൊളി. എന്തായാലും ഓക്കെ. ഇപ്പം കയറിയേക്കണ അത്യാവശ്യം നല്ല സൈസ് തിലോപ്പിയാട്ടോ. അടിപൊളി. ഓക്കെ, അപ്പോൾ ഇവനെ നമുക്ക് അഴിച്ചെടുത്തിട്ട് ഇവനെ നമുക്ക് സഞ്ചിക്കകത്തേക്ക് ഇടാം. പുല്ലൊക്കെ ചുറ്റിയിട്ടുണ്ട്. അടിപൊളി കിണ്ണം കാച്ചിയ തിലോപ്പി. ഒന്നും പറയാനില്ല. അടിപൊളി സാധനം. അതെ, ഇവനെ നമുക്ക് അഴിച്ചെടുക്കാം. അയ്യോ, ചാടല്ലേ. അഴിച്ചിട്ട് നമുക്ക് നേരെ സഞ്ചിക്കകത്തിട്ട് തന്നെ ഇടാം കേട്ടോ. ഇവനെ അമ്മോ, ഹെവി സാധനമല്ല. അടിപൊളി. ഓക്കെ, അങ്ങനെ അപ്പോൾ നമ്മുടെ 3ാമത്തെ തിലോപ്പി. അതുകൊണ്ട് ഇവിടെ ഒരു തിലോപ്പി നിൽപ്പുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഇങ്ങോട്ടും തിരിഞ്ഞാൽ നിൽക്കുന്നത്. പക്ഷെ അവൻ്റെ നിപ്പത്ര പന്തിക്കടല്ല. എന്നാലും ഒരു ഷൂട്ട് തലക്കെട്ട് കൊടുത്തു നോക്കാം. കൊണ്ട് ക്ലിയർ ഷൂട്ട്. നേർക്ക് നേരെ നോക്കി നിന്നവനെ അടിച്ചത്. അത് ക്ലിയർ ഷൂട്ട്. അടിപൊളി. തിലോപ്പിയാണല്ലേ. ഇതേ നിൽക്കണൊരു തിലോപ്പി കണ്ട. അവനടിച്ചെടുക്കാം. അപ്പോൾ ഇവനത് കിട്ടിയവനെ നമുക്ക് ആദ്യം ഊരി വിട്ടിടാം കേട്ടോ. അവനെ നമുക്ക് ഇവിടെ ഊരിയിടാം ആദ്യം തന്നെ. വേറെ ഒരുത്തനും കൂടെ നിപ്പുണ്ട്. അവനൊക്കെ അടിക്കാം. ഇവനെ നമുക്ക് ഊരി വിട്ടിടാം കേട്ടോ. അയ്യോ, നേർക്ക് നേരെ നോക്കിയെന്ന് വെച്ചാൽ ഒരുത്തനായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ അടിച്ചതേ അടിപൊളിയായിട്ട് അവനെ ക്യാച്ച് ചെയ്തിട്ടുണ്ട്. ഡാർട്ടൊന്ന് സെറ്റ് ചെയ്താക്കട്ടെ. ഡാർട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരുത്തം കൂടെ നിപ്പുണ്ട്. യൂട്യൂബ് ചാനലില്ലേ ഒരു ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെവിടെ ഇപ്പം? അടിപൊളി. അടുത്തന്നെ കിട്ടിയിട്ടുണ്ട്. ആ ഓടിയാണെ തന്നെ കറക്റ്റ് ഷൂട്ട്. നൈസ്. ഇത് കേട്ടാ, ആ നിന്നേച്ചാണെ തന്നെ നമുക്ക് കിട്ടി. അടിപൊളി. അധികം വലുതല്ല, എന്നാലൊരു മീഡിയം സൈസ് കേട്ടോ. പാസ് ചെയ്ത് ഇപ്പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ അഴിച്ചെടുക്കാം. ഇത് 2 എണ്ണമായി നമുക്ക് ഇവിടുന്ന്. അടിപൊളി. ഇവിടെ നിപ്പുണ്ട്. ഒരുത്തൻ നിപ്പുണ്ട്. റെഡ് അധികം വലുതല്ല കേട്ടോ, എന്നാലും കുഴപ്പമില്ലാത്തൊരു സാധനം. അതെ, അടിപൊളി. നൈസ് ക്യാച്ചിങ് ആണ് കേട്ടോ. കൊണ്ട് അങ്ങോട്ട് അടികൊണ്ട്. അടിപൊളി. നൈസൊരു റെഡ്. ഇത് കണ്ടോ, എല്ലാം റെഡ് ഇതിലോപ്പാണ് കേട്ടോ. അടിപൊളി. ഇതേ ഏകദേശം 1/2 കിലോ സൈസ് തന്നെ കേട്ടോ. എല്ലാം 1/2 കിലോ സൈസ് തന്നെ. ഓക്കെ, അപ്പോൾ ഇവനെ നമുക്ക് നേരെ ഇവിടെ സഞ്ചി അപ്പുറത്താണ്. ആ സഞ്ചിയിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ഇട്ട് വെച്ചേക്കാം. അവനിട്ട് കൊണ്ടിട്ടുണ്ട്. നാടൻ തിലോപ്പിയാണോ ചിത്തലാടൻ തന്നെയാണെന്ന് അറിയില്ല. അടി കൊണ്ടിട്ടുണ്ട്. അടിപൊളി. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ ഇന്ന് വെച്ചാൽ അടിച്ചു നോക്കിയതാണ് ജസ്റ്റ്. പക്ഷേ ചിത്തലാടൻ തന്നെയാണ്. ചെറുതായിരുന്നു. അവനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇവനെ നമുക്ക് നേരെ കൊല്ലിക്കകത്തേക്ക് കൊണ്ടിടാം. സഞ്ചിക്കകത്ത് കൊണ്ടിടാം കേട്ടോ. നമുക്ക് താന്ന് കളഞ്ഞു. ജസ്റ്റ് അടിയിൽ നിൽപ്പുണ്ട്. ജസ്റ്റ് ഷൂട്ട് ചെയ്ത് നോക്കാം. കൊണ്ട് കേട്ടോ. എന്നിട്ട് കൊണ്ടിട്ടുണ്ട്. അടി വലിച്ചുകൊണ്ട് ഓടുന്നുണ്ട്. ഊരി പോകാമെന്നറിയില്ല. പാസ് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല ശരിക്കും. അടി കൊണ്ടിട്ടുണ്ട്. നല്ല തിലോപ്പിയാണ് കേട്ടോ. കുഴപ്പമില്ലാത്ത അടിപൊളി സാധനം. അയ്യോടാ, വാലിൻ്റെ അറ്റത്താണ് അടി കൊണ്ടിരിക്കുന്നത്. പാസ് ചെയ്ത് അപ്പുറത്ത് ചെന്നിട്ടുണ്ടോയെന്നറിയില്ല. ഓക്കെ, ലോക്ക് ജസ്റ്റ് കയറിയാക്കുമായിരുന്നു കേട്ടോ. അതെ, കുഴപ്പമില്ല.
ജസ്റ്റ് ലോക്ക് മാത്രമേ കയറിയിട്ടുള്ളത്. ഇത് കണ്ട ഊരിപ്പോന്നപ്പോൾ തന്നെ. അയ്യോ അങ്ങനെ നമ്മൾ 2 എണ്ണം പെടപടിയെന്ന് പറഞ്ഞ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവന്മാരെയും കൂടെ നമുക്ക് സഞ്ചിക്കകത്തേക്ക് എടുത്തിട്ടേക്കാം കേട്ടോ. ഓക്കെ, അത്യാവശ്യം നല്ലൊരു തിലോപ്പി കിട്ടില്ല കേട്ടോ, റെഡ് തിലോപ്പിയാണ്. നൈസ് അടിപൊളി. അതുകൊണ്ട് അടിപൊളി ഒരുത്തനിട്ട് കൊണ്ടിട്ടുണ്ട്. അടിപൊളി തിലോപ്പിയ. കിടു അടിപൊളി സാധനം. എന്തേ നൈസ്. ഷൂട്ട് കൊണ്ടിരിക്കുന്ന സ്ഥലം കണ്ട എൻ്റെ ജസ്റ്റിനാണ് കൊണ്ടിരിക്കുന്നത്. നല്ല റെഡ്. അടുത്ത നമ്മുടെ തിലോപ്പിയാണ് റെഡ്. അടിപൊളി. ഇതേ ഇതിൻ്റെ മുതുക് ഭാഗത്താണ് കേട്ടോ അടികൊണ്ടിരിക്കുന്നത്. അടിപൊളി ഷൂട്ടായിരുന്നത്. കാരണം അത്യാവശ്യം നല്ല തെളിവുമാണ്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് വെച്ച മീനായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവനെ നമ്മൾ സഞ്ചിക്കത്തേക്ക് ഇടുക. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നമുക്ക് മീനായിട്ടുണ്ട് കേട്ടോ. നമ്മൾ 1 മണിക്കൂർ പോലും ആയിട്ടില്ല ഫിഷിങ് തുടങ്ങിയിട്ട്. പക്ഷേ അത് ഒരു 10 തിലോപ്പിയോളം നമുക്കിപ്പോൾ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് മാറി ഇനി നോക്കാം കേട്ടോ. ഈ തെളിവിൽ ഇതേപോലെ തെളിവിലൊക്കെ ആയിരിക്കും മീൻ വന്ന് നിൽക്കുന്നത്. കണ്ട വലിയ ഒരുത്ത് നടക്കാനുണ്ടോ റെഡ്. വെള്ളം വളരെ കുറവായത് കാരണം വെള്ളത്തിൻ്റെ കടക്കം നല്ല ക്ലിയറായിട്ട് നമുക്ക് കാണാം. വരുന്നത് കണ്ടോ. പക്ഷെ ആളെ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്ക് ക്ലിയർ ഷൂട്ട് കൊടുത്തേക്കാം. അയ്യോടാ, പക്ഷെ അവൻ നമ്മളെ കണ്ടിട്ടുണ്ട്. അവൻ അവിടെ പോയി നിൽക്കുന്നത്. പക്ഷെ അവൻ്റെ നിപ്പ് ശരിയല്ലായിരുന്നു കേട്ടോ. അതാണ് നമ്മൾ അടിച്ചിട്ട് ആദ്യത്തെ ഷൂട്ട് കൊള്ളായിരുന്നത്. എന്തായാലും ഇപ്പം അവൻ്റെ നിപ്പ് കുഴപ്പമില്ല. അവൻ ചരിയനേക്ക് മുമ്പ് മാറുന്നതിന് മുമ്പ് നമുക്ക് അടുത്ത ഷൂട്ട് കൊടുത്തേക്കാം. അയ്യോ, അതും കൊണ്ടില്ല. അത് പാളിപ്പോട്ടോ, മേളിൽ കൂടി ആയിപ്പോയി ശരിക്കും. പക്ഷെ ഇപ്പം അവൻ്റെ നിപ്പ് അത്ര ശരിയല്ല. അവൻ അങ്ങോട്ടും തിരിഞ്ഞാണ് നിൽക്കുന്നത്. പക്ഷെ അവൻ ഇങ്ങോട്ടും ഇങ്ങോട്ടെങ്കിലും ഒന്ന് ചരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബെസ്റ്റ് ഒന്ന് ഷൂട്ട് കൊടുത്ത് നോക്കാം. അയ്യോടാ, പിന്നെ അവൻ മിസ്സായി കേട്ടോ. എത്ര ഷൂട്ട് മിസ്സായി നോക്കാം? 3 ഷൂട്ട്. പക്ഷെ അവൻ്റെ കളറൊക്കെ മാറിയാണ്. റെഡ് കളറായത്. ഇപ്പോൾ കളറൊക്കെ മാറിയാൻ കൊള്ളാം. ഇനി അവൻ നൂലും കൊണ്ട് ഓടണം കേട്ടോ. അവൻ അതിനകത്ത് പോയി കയറിയിട്ട് വീണ്ടും ഓടി ഇവിടം വരെ വന്ന് അവൻ അടിപൊളി. അവൻ ആദ്യം തെങ്ങിൻ്റെ പൊത്തിനകത്ത് ഓടി കയറിയാണ്. പക്ഷെ അവൻ അതിനകത്തുനിന്ന് വലിച്ച് ഞാൻ എടുത്തവൻ. ഓക്കെ, ഉണ്ടല്ലോ, അടിപൊളി ഷൂട്ടായിരുന്നു. എന്തായാലും 2-3 ഷൂട്ട് മിസ്സായെങ്കിൽ അവൻ പോവാണ്ട് നിന്നതുകൊണ്ട് തന്നെ നമുക്ക് അവനെ അടിച്ച് കരിയാക്കി കയറ്റാൻ പറ്റി. ഓക്കെ, നമുക്ക് ഇവനെ അഴിച്ചെടുക്കാം കേട്ടെ. അപ്പോൾ നമ്മുടെ മാജിക് ഡാർട്ടിലാണ് നമ്മുടെ ഇന്നത്തെ ഫിഷിങ്. മാജിക് ഡാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ലോങ്ങും അതേപോലെ തന്നെ നല്ല താഴ്ചയിലും നല്ല അടിപൊളിയായിട്ട് പോകുന്നതുകൊണ്ടാണ് ഞാൻ മാജിക് ഡാർട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ റബ്ബർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി കേജ് കൂടിയ റബ്ബർ. അത് കാരണം ഈ ഗ്ലൗസിൽ നമുക്ക് ഗ്രിപ്പിങ് കിട്ടുന്നില്ല പിടിക്കാനായിട്ട്. നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് വലിച്ചു വരുമ്പോൾ തന്നെ ഇവിടെ കയ്യിൽ നിന്ന് ഗ്രിപ്പിങ് വിട്ടുപോകണതുകൊണ്ട് ഞാൻ ഈ മാജിക് ഡാർട്ടിൻ്റെ ബാക്കിൽ കുറച്ച് ഇതുണ്ട് നൈലോത്തിൻ്റെ നൂല് നമ്മൾ അവിടെ ചുറ്റിയതിന് ശേഷം ഫ്ലെക്സ് കിക്ക് ഇട്ട് ടൈറ്റ് ചെയ്ത് നിർത്തിയേക്കുവാണ്. കാരണം ഗ്രിപ്പിങ് കിട്ടാൻ വേണ്ടി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ റബ്ബറിൽ നമുക്ക് വലിക്കാൻ പറ്റുന്നില്ല. ഇത് കണ്ട ഈ റബ്ബർ എന്ന് വെച്ചാൽ ഭയങ്കര നല്ല അന്യായ പവർ റബ്ബറാണ്. നമ്മൾ ഗ്രിപ്പിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബർ ഇങ്ങനെ പിടിച്ചിട്ട് ആർട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ഗ്രിപ്പിങ് പോകുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്തെടുത്തേക്കുവാണ്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞാൽ ഷൂട്ട് ചെയ്തതിന് ശേഷം ഒരു അനക്കം തട്ടിക്കഴിഞ്ഞപ്പോൾ ഒരുത്തനും കൂടി ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. ഒരു തിലോപ്പി ഇങ്ങോട്ട് വന്നിട്ട് അവൻ ഇവിടെ തന്നെ നോക്കി നിൽക്കുവാണ്. നമുക്ക് നേരെ നോക്കി നിൽക്കുവാണ്. അവൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തിലോപ്പിയാണ്. പക്ഷെ അവൻ ചരിയാണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പണിയാണ്. ചരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. നൈസ്. കലക്കൻ ഷൂട്ടായിരുന്നു കേട്ടോ. കറക്റ്റ് പോയി കുത്തിയത് അവൻ്റെ മേത്ത് തന്നെ ഡാർട്ട്. അത് കണ്ട അത്രയും ലോങ് നിന്നിട്ടും കറക്റ്റ് ആ ഡാർട്ട് പോയി ഡ്രൈവ് ചെയ്താണ് നമ്മൾ. കറക്റ്റ് പോയി കുത്തിയ പോയിന്റിൽ തന്നെ ഒരു അനക്കം പോലും ഇല്ലായിരുന്നു. കറക്റ്റ് സ്ട്രൈറ്റാണ് പോയി കുത്തിയതിൻ്റെ മേത്ത്. കണ്ട അതാണ് നമ്മുടെ മാജിക് ഡാർട്ടിൻ്റെ റിസൾട്ട്. നമ്മളെവിടെ ഷൂട്ട് ചെയ്യാൻ ചെന്നാലും നമ്മൾ ഇത്ര ഡീപ്പ് വെള്ളത്തിലാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ക്യാച്ചിങ് ചെയ്യാൻ പറ്റിയൊരു ഡാർട്ടാണ് ഡീപ്പ്. ശരിക്കും ഡീപ്പ് ഡാർട്ടെന്നും പറയും നമ്മൾ തന്നെ. അതേപോലെ തന്നെ ഇതേ ഓട്ടോമാറ്റിക്കലി എല്ലാവരും മിക്കവാറും ആൾക്കാരുടെ ഈ സാധനം മിക്കവാറും ഉപയോഗിക്കുന്നുണ്ട്. നല്ല അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ നിങ്ങളാരെങ്കിലും ഉപയോഗിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നല്ല റിസൾട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന്
കമൻറ്റ് ചെയ്തേക്കണേ നമ്മുടെ ചാനലിൽ. അപ്പോൾ ഓക്കെ, ഇവനെ നമ്മൾ ഇതിനകത്തേക്ക് തന്നെ ഇടുവാണ്. ഓക്കെ, അവിടെ നിന്നൊരു കൂട്ടത്തിലൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് നോക്കി നിൽക്കാവേ. തിലോപ്പിയാണോ കരിമീനാണോന്ന് അറിയില്ല, നോക്കട്ടെ. അതുണ്ട്. അതെ, യെസ്. വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ എന്ന് വെച്ചാൽ നട്ട് പോലും അവനെ അടിപൊളിയായിട്ട് കൊണ്ടുപോയി. ദാട്ടൊന്നൊത്ത് അപ്പുറം പോയിട്ടുണ്ട് കേട്ടോ. അത്രയും താഴ്ത്തുന്നുണ്ട, ദാട്ടൊന്നൊത്ത് അപ്പുറം വന്നിട്ടുണ്ട് കുറേ. എന്താ ഓക്കെ, നമ്മുടെ സഞ്ചി എവിടെ കിടക്കുവാണ്. സഞ്ചിയുടെ അടുത്തേക്ക് വന്നു നമുക്ക്. ഇതേ ഇവിടെയൊക്കെ തിലോപ്പി വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതേ കണ്ട, നല്ല അടിപൊളി ക്യാച്ചിങ് ആയിരുന്നു, അടിപൊളി. അപ്പോൾ അതായത് നമുക്ക് ഇവനെ അഴിച്ചെടുക്കാം കേട്ടോ. ഇന്നത്തെ നമ്മുടെ മാജിക് ഡാട്ടിൻ്റെ റിസൾട്ട് കണ്ടല്ലോ, നല്ലോണം തിലോപ്പി കയറുന്നുണ്ട് നമുക്ക്. അത് അത്യാവശ്യം താഴ്ചയിൽ നിൽക്കണ മീൻ വരെ നമുക്ക് നല്ല ക്ലിയർ ഷോട്ടായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കിത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം, നമുക്ക് കൈ കൊണ്ട് പിടിക്കണ്ട. ഓക്കെ, അപ്പോൾ അതിനെ അങ്ങനെ കയറ്റിട്ടുണ്ട്. ഓക്കെ, തിലോപ്പി ഇവിടേക്ക് ഒന്ന് നിൽപ്പുണ്ട് കണ്ട. ഒരു തിലോപ്പി നിൽക്കുന്നുണ്ട്, എന്തോ രോഗം ബാധിച്ചിട്ട് വെള്ള കളർ എൻ്റെ തലയിൽ നിന്നൊക്കെ കുറച്ച് ചെതമ്പിലൊക്കെ പോയി എൻ്റെ വാലും ഒക്കെ പോയി നിൽക്കണതുണ്ട്. എന്തോ രോഗം ബാധിച്ചേക്കുന്ന തിലോപ്പിയാണ് കേട്ടോ. കണ്ടോ, നമുക്ക് കാണാൻ നല്ല അടിപൊളിയായിട്ട് അരികത്ത് നോക്കി. അതിൻ്റെ പകുതി മുള്ളൊന്നും ഇല്ല, വാലില്ല. എൻ്റെ ചുണ്ടിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കുറേ അധികം ചെതമ്പലൊക്കെ പോയിട്ടുണ്ട്. എന്തോ രോഗം വന്നാക്കണാണ്, അതിന് എന്തെങ്കിലും എന്തെങ്കിലും കൊത്തിയാക്കുന്നതാണെന്ന് അറിയില്ല അല്ലേ. താഴെയൊക്കെ താന്നിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ല സൈസ് തിലോപ്പിയായിരുന്നു. ഇങ്ങോട്ട് നോക്കാം, ഈ ഭാഗത്തോട്ടൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് കേട്ടോ തിലോപ്പി. അവിടെ നിൽക്കണ്ടോട്ടൊരു വലുത് കൊണ്ട് കേട്ടോ. അങ്ങനെ കറക്റ്റ് അതിനകത്ത് തന്നെ കൊണ്ട്, വലുതാണ്, അടിപൊളി. അയ്യോ, എന്നാലും 2 എണ്ണം വേണ്ടിട്ടുണ്ട്. ഭയങ്കര വെയിറ്റ് പിടിക്കണ എന്താ, ഒരെണ്ണേ ഉള്ളൂ. പക്ഷെ ഭയങ്കര വെയിറ്റ് പിടിച്ചപ്പോൾ നേരത്തെ 2 എണ്ണം ഉണ്ടെന്ന് ഓർത്തിട്ട്. പക്ഷെ നല്ല ഹെവി സാധനമാണ്. ഓക്കെ, ഇതേ അടിപൊളി ഒരു സാധനം തന്നെ കയറിയിട്ടുണ്ട്. അടിപൊളി സൈസാണ് കേട്ടോ. ഇമാരൊക്കെ ഇതേ വാലൊക്കെ കൊത്തു പിടിച്ചിട്ടാണെന്നറിയില്ല, വാലൊക്കെ കുറച്ച് പൊടിഞ്ഞിരിപ്പുണ്ട്. ഓക്കെ, നമ്മുടെ സഞ്ചി അവിടെ കിടക്കുന്നത്, നമുക്ക് അങ്ങോട്ട് നേരെ പോകാം. ഇവിടെയൊക്കെ തിലോപ്പി അടിയിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമുക്കിവിടെ ഇട്ട് വെക്കാം. ഒരഴിച്ച് നമുക്കിവിടെ ഇട്ട് വെക്കാവേ. അവിടെ ഒരു കൂട്ടമാണ് തിലോപ്പി നിൽക്കുന്നത്. അപ്പം അതിൽ നിന്ന് നമുക്ക് വലുതിന് നോക്കി ഓരോന്നോരോന്ന് അടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇവനെ ഇവിടെ അഴിച്ചിടാം. പിന്നെ കണ്ട, അത്യാവശ്യം നല്ല സൈസ് തിലോപ്പി തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നു. തിലോപ്പി മാത്രമല്ല കാണുന്നില്ല, കരിമീൻ ഒറ്റൊരെണ്ണം പോലും വന്നില്ല. നമുക്ക് നോക്കാം, കരിമീൻ കാണാൻ ചാൻസ് ഉണ്ട്. ഇതേ ആ തിലോപ്പി നിൽക്കണ നോക്കിക്കണ്ടേ, ഇത് കണ്ട. ഹായ് തിലോപ്പി. അത് തീരെ വയ്യെന്ന് തോന്നുന്ന ടൈം കണ്ട, നല്ല സൈസ് തിലോപ്പി ആയിരുന്നു കേട്ടോ. ചേടാ, എന്തൊക്കെ ഏടൊക്കെ പറ്റില്ലെങ്കിൽ അവൻ ഓടണ പോലും ഇല്ല. വേറെ വലുതൊരുത്തനുണ്ടായിരുന്നു കേട്ടോ. വടിയെടുത്ത് അങ്ങോട്ട് മാറി നിൽപ്പുണ്ട്. ഓക്കെ, ഗുഡ് ഷോട്ട്. അണ്ടർ വാട്ടറിൽ ഇന്നേച്ചെറുത്തിന് അടി കയറ്റിയിട്ടുണ്ട്. അടിപൊളി. ഇതേ അണ്ടർ വാട്ടറിൽ നിന്ന ഒരുത്തനാണ്, റെഡ്. അടിപൊളി കണ്ടല്ലേ, നൈസ് ഷോട്ട്. നമുക്ക് അപ്പുറത്ത് കൊണ്ടിട്ടാട്ടെ ഊരിയിട്ട്. എൻ്റെ ഒരു മെയിൻ സ്പോട്ടാണ് കേട്ടോ ഈ മരത്തിൻ്റെ മേളിൽ നിന്നിട്ടുള്ള ഷൂട്ട്. കാരണം ഇവിടെ നിന്ന് നല്ല വ്യൂസ് കിട്ടും. അതുപോലെ തന്നെയാണത്, മീനൊക്കെ വരുന്നത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും, നല്ല സെറ്റപ്പായിട്ട് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഷൂട്ട് നല്ല ക്ലിയർ ആയിരിക്കും നമ്മളിന്ന് ചെയ്യുന്നത്. കാരണം മേളിൽ നിന്ന് താഴത്തേക്കുള്ള ഷൂട്ടും കൂടെ അത് കാരണം നല്ല ഫോഴ്സും കിട്ടും. അതുപോലെ തന്നെ നല്ല സ്ട്രൈറ്റ്നെസ് ആയിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ അതെ, അവിടെ വെച്ച് ലോങ്ങിലേക്ക് മാറി ഒരു നല്ലൊരു തിലോപ്പി നിൽപ്പുണ്ടായിരുന്നു. ഷൂട്ട് ചെയ്ത് നോക്കട്ടെ. അയ്യോ, പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടല്ല കൊണ്ടത്. എന്തായാലും ഒരു തിലോപ്പിക്കിട്ട് കൊണ്ടിട്ടുണ്ട്. തിലോപ്പിയാണോ കരിമീനാണോ എന്നറിയില്ല. തിലോപ്പി തന്നെയാണ്, പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്ത മീനിട്ടല്ല കേട്ടോ കൊണ്ടത്. ഒരു ചെറിയൊരു തിലോപ്പിയാണ്. അങ്ങനെ എന്തായാലും നമുക്ക് ഷൂട്ട് ചെയ്ത് കൊണ്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് അവനെ എടുത്ത് വെക്കാം. ഇത് കണ്ട, തീരെ ചെറുതൊന്നുമല്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ലൊരു തിലോപ്പി. അതെ
ഷൂട്ട് നമ്മുടെ കയ്യിലൊക്കെ കുടുങ്ങി. അയ്യേ ഉണ്ടോ? അല്ല അത്യാവശ്യം കുഴപ്പമില്ല. എന്നാലും നമുക്ക് ഇവനെ കരയിലേക്ക് എടുത്തിട്ടേക്കാം. അഴിച്ചെടുത്തിട്ട് നമുക്കിങ്ങനെ കരയിലേക്ക് എടുത്തിടാം. പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്ത തിലോപ്പി ഇതല്ലായിരുന്നു കേട്ടോ. നമ്മൾ വേറൊരു തിലോപ്പിയാണ് ഷൂട്ട് ചെയ്തത്. പക്ഷെ എന്തായാലും 2 തിലോപ്പി എന്തായാലും ഒരെണ്ണത്തിണ്ടെങ്കിലും കൊണ്ട് എല്ലാം കലക്കി അങ്ങനെ നമുക്ക് നമ്മളത് അങ്ങോട്ട് എടുത്തിടുവാണേ. കരയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ എടുക്കാം. ഡാർട്ട് കൊളുത്തിട്ടേക്കാം. ഡാർട്ട് കയ്യിൽ നിന്ന് താഴെ പോയി കഴിഞ്ഞാൽ സീനാവും. അതുകൊണ്ട് ഡാർട്ട് അപ്പം തന്നെ നമുക്ക് കൊളുത്തിട്ടേക്കാം. ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ഇതിലോപ്പി. കൂടുതലും ചെറിയ സൈസാണ്, അതുകൊണ്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ടൊരു മടി. ഹെവി സൈസൊന്നും കാണുന്നില്ല. എന്നാലും വരുന്നതിലും നല്ലതിനെ നോക്കി നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇതൊരു കരിമീനുണ്ട് കേട്ടോ എൻ്റെ കൂട്ടത്തിൽ. കരിമീനിട്ട് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. എന്തായാലും കുറേ നേരത്തിന് ശേഷം ഒരു കരിമീൻ അടിച്ചിട്ടുണ്ട്. അയ്യോ, കരിമീൻ അവിടെ പോയി ചുറ്റിയ? ഇല്ല ചുറ്റിയിട്ടില്ല. അയ്യോ, കരിമീൻ കുറേ നേരമായി. കരിമീനത്തിനെ നോക്കി നിൽക്കാൻ തൊട്ട് കുറേ നേരമായി നമ്മൾ. അപ്പോൾ ഒരു കരിമീൻ, നമ്മുടെ ആദ്യത്തെ കരിമീൻ കയറിയിട്ടുണ്ട്. ഇങ്ങനെ അതേ അടിപൊളി. അത്യാവശ്യം നല്ല സൈസ് കരിമീനാണ് കേട്ടോ. ഓക്കെ, ചുറ്റിയിട്ട് എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബ്രൈഡ് മൊത്തം കുരുങ്ങാൻ ചാൻസ് ഉണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഹെവി ഒരു കരിമീൻ്റെ ഇത് കണ്ട. നൈസ് കരിമീൻ, നല്ല പച്ചപ്പുള്ള നല്ല അടിപൊളി കരിമീൻ കണ്ട. നന്നായിട്ട് പൊങ്ങി വന്നതിന് ശേഷം നമ്മൾ ഷൂട്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് കിട്ടിയത് കണ്ട. നമ്മളെപ്പോഴും ഈ മരത്തിൻ്റെ മേളിൽ നമ്മൾ ഇവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് മീൻ കിട്ടുന്നത് നമ്മുടെ മെയിൻ സ്പോട്ടും കൂടിയാണിത്. കാരണം മേലിൽ നിന്ന് താഴത്തോട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല ക്ലിയറായിട്ട് ഷൂട്ട് താഴെയൊക്കെ ചെല്ലുകയും ചെയ്യും, നല്ല ക്ലിയറായിട്ട് മീനിട്ട് കൊള്ളുകയും ചെയ്യും. ഡയറക്റ്റ് നമ്മൾ ഡ്രൈവ് ചെയ്യണം ഫാസ്റ്റ്, അതേപോലെ തന്നെ കറക്റ്റ് നേരെ താഴോട്ട് തന്നെ പാളാതെ തന്നെ കൂടുതലും ഡീപ്പിലോട്ട് താന്ന് ചെല്ലും നമുക്ക് മേലിൽ നിന്ന് താഴത്തോട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഇവിടെ നിന്ന് കിലോയ്ക്ക് വന്നിട്ട് പോകണമുണ്ട. നമ്മുടെ ഡാർട്ടിൻ്റെ അതെ ഈ നൂല് പൊട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് മാറണം കേട്ടോ. കാരണം കുറേ നാൾക്ക് ശേഷം റബ്ബറല്ല പൊട്ടിയിരിക്കുന്നത്, റബ്ബറിൻ്റെ അതെ ഇവിടെ കെട്ടുന്ന ഈ നൂലാണ് കേട്ടോ പൊട്ടിപ്പോയിരിക്കുന്നത്. കുറച്ചധികം നാളായി നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതെ നൂല് പൊട്ടിയിട്ടുണ്ട്, നമുക്കത് മാറാം. അപ്പോൾ അതെ നമ്മൾ പുതിയ റബ്ബർ ഇട്ടിട്ടുണ്ട്, ഡബിൾ റബ്ബറാണ് ഇട്ടിരിക്കുന്നത്. നമ്മളിന്ന് രാവിലെ സെറ്റ് ചെയ്തെടുത്ത റബ്ബറാണ് കേട്ടോ. ലൂസ് റബ്ബർ കാണിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്ന റബ്ബറാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നമുക്ക് ഷൂട്ട് ചെയ്ത് നോക്കാനായിട്ട്. നീ വന്ന് വീപ്പുണ്ടിട്ട് നോക്കട്ടെ കേട്ടോ. കൊണ്ടില്ല കേട്ടോ കരിമീനിട്ട്. കരിമീൻ ഓടിക്കളഞ്ഞ്. പക്ഷെ തിലോപ്പി വന്നിപ്പുണ്ട് കേട്ടോ. തിലോപ്പി വേറെ ഒരുത്തം വന്നിപ്പുണ്ട്. അവനിട്ട് കൊണ്ട് കേട്ടോ. തിലോപ്പി നല്ല ഹെവി തിലോപ്പി, അടിപൊളി. നമ്മുടെ പുതിയ റബ്ബർ ഇട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ മീൻ, അടിപൊളി. കൊമ്പ് ഭാഗത്താണ് കൊണ്ടവൻ്റെ, അടിപൊളി. അപ്പോൾ അതെ ഇവിടെ തന്നെ ഊരിട്ടേക്കാം. നമുക്ക് ഇവിടെ വന്നതിന് ശേഷം കിട്ടിയതാണ് ഇത്രയും. അപ്പോൾ ഇതിനെ ഇവിടെ ഊരിടാവേ. ഓക്കേ, നല്ല ഹെവി സാധനം തന്നെ കിട്ടിയാണ് ഇപ്പോൾ നമുക്ക്, അടിപൊളി. അപ്പോൾ അതെ ഒരു കരിമീനും 4 തിലോപ്പി, 3 തിലോപ്പി അല്ലേ. ഒരു കരിമീൻ വരുന്നുണ്ട് കേട്ടോ. അടുത്ത കരിമീനാണ് നമ്മുടെ കരിമീനായിരിക്കും. കരിമീൻ ഇങ്ങോട്ട് വന്നിട്ട് അവൻ തലയും തിരിച്ച് നിൽക്കുവാണ്. അയ്യോടാ കൊണ്ടില്ല. ക്ലിയർ ഷൂട്ടായിരുന്നു പക്ഷെ കൊണ്ടില്ല. ദേടാ ഒരു ഞണ്ട് വരുന്നുണ്ട് കേട്ടോ. ഞണ്ടിനെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പറയില്ല, നോക്കട്ടെ കേട്ടോ. ഒരു ഒറ്റക്കാലിനൊരു ഞണ്ട് വരുന്നുണ്ട്. ഇത് കണ്ട ഒരു ഞണ്ട്. അയ്യോടാ ഞണ്ടിൻ്റെ കൊണ്ടില്ല കേട്ടോ. അയ്യോടാ ഞണ്ട് പോകുമ്പോൾ പഠിച്ചെടുക്കാം. ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ പഠിച്ചെടുക്കണവൻ. ഞണ്ടിനിട്ട് കൊണ്ട്
ഞണ്ടിട്ട് കൊണ്ട് ആ ക്ലിയർ ഷോട്ട്. ഇതേ നമ്മുടെ ഞണ്ട് കുട്ടൻ അങ്ങനെ കയറിയിട്ടുണ്ട്. അടിപൊളി രണ്ട് കുട്ടനിട്ട് അടി കൊണ്ട് ഒറ്റ കാലുള്ളൂ കേട്ടോ. അയ്യ ഓക്കെ, ഇനി അധികം വലിയ പണിയൊന്നും കാണിക്കണ്ട, കാലേ പിടിച്ചേക്കാം. ഓക്കെ, അതെ ഡാർട്ട് പാസ് ചെയ്ത് ഇപ്പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഞണ്ട്, അടിപൊളി. ഓക്കെ, അപ്പോൾ ഇവനെ നമുക്ക് ഒടിച്ചേക്കാം ആദ്യം തന്നെ. ഓക്കെ, ഇനി നമുക്ക് അവനെ കരയിലേക്ക് എത്തിച്ചേക്കാം കേട്ടോ. ഓക്കെ, നൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ ഫിഷിങ് നിർത്തുവാണ്. അത്യാവശ്യം നല്ലതാണ്, നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് ഇന്ന്. അപ്പോൾ ഇതേ ഇപ്പോൾ വരെ കിട്ടിയിരിക്കുന്ന മീൻ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ സഞ്ചിക്കകത്ത് നമ്മളിത് പിടിച്ചിട്ട് ഇവിടെ തന്നെ നമ്മൾ വെച്ചേക്കുവാറ്. നമ്മൾ ഫിഷിങ് സ്പോട്ടിൽ നിന്ന് അങ്ങോട്ട് മാറ്റിയിട്ടില്ല എന്നുള്ളത്. സഞ്ചിക്കകത്ത് തന്നെ നമ്മൾ ഇട്ടതൊക്കെ മീൻ നമുക്ക് ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതേ ഞണ്ടിനെ ഞാൻ ആദ്യം കാണിച്ചു തരാം കേട്ടോ. അതെ കണ്ട ഒരു ഞണ്ട് നമ്മൾ സ്ലിംഗ് ഷൂട്ട് അടിച്ചെടുത്തൊരു ഞണ്ടാണ്. ആ ഞണ്ടിൻ്റെ കാലിനകത്ത് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു കരിമീനുണ്ട് കേട്ടോ. ഇതൊരു കരിമീൻ ഒരെണ്ണേ കിട്ടിയുള്ളൂ നമുക്ക്. അതുപോലെ തന്നെ ബാക്കിയുള്ള മുഴുവനും തിലോപ്പിയാണ് ഞാൻ കാണിച്ചു തരാം. ഞണ്ടിൻ്റെ കാലോട് തന്നെ കിടപ്പുണ്ട്. ഒറ്റക്കാലം ഞണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞണ്ടിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ കിട്ടിയിരിക്കുന്നത് നമുക്ക് ഇത്തരം തിലോപ്പി കിട്ടിയിരിക്കുന്നുണ്ട്. തിലോപ്പി എല്ലാം നല്ല അത്യാവശ്യം. ഈ തിലോപ്പിയാണ് ഏറ്റവും വലുത് കേട്ടോ. എല്ലയിൽ ഏറ്റവും വലുതാണ്. പിന്നെ കിട്ടുന്ന തിലോപ്പി എല്ലാം തിലോപ്പി നമ്മൾ സ്ലിംഗ് ഷൂട്ടിലടിച്ച തിലോപ്പിയാണ് മൊത്തം. അതും നമ്മൾ ഉപയോഗിച്ച ഡാർട്ട് കണ്ടല്ല, നമ്മുടെ മേജിക് ഡാർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ഡാർട്ടാണ് നമ്മളിന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഡാർട്ടിലാണ് നമ്മൾ ഞണ്ടടക്കം നമ്മൾ അടിച്ചെടുത്തത്. ഈ ഡാർട്ടിനകത്താണ് ഫുള്ള് മീൻ അടിച്ചിരിക്കുന്നത്. ഇതാണ്ട. അപ്പോൾ നമ്മൾ ആദ്യം ഉപയോഗിച്ചിരുന്ന സിംഗിൾ റബ്ബറായിരുന്നു. അത് പൊട്ടിപ്പോയി കഴിഞ്ഞതിന് ശേഷം റബ്ബറല്ല പൊട്ടിയത്, റബ്ബറിൻ്റെ സെൻറ്ററിലുള്ള നൂലാണ്. അത് ടേബിൾ റബ്ബർ നമ്മൾ സെറ്റ് ചെയ്തെടുത്ത റബ്ബറാണ്. ലൂസ് റബ്ബർ വന്നിട്ട് സെറ്റ് ചെയ്തതാണ്. കുറച്ചുകൂടെ MM കൂടിയതാണിത്. അതുപോലെ തന്നെ നല്ല ടെമ്പറിങ് ആണ് കേട്ടോ. നല്ല ഷൂട്ട് ചെയ്യാനൊക്കെ നല്ല സുഖമാണ്. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന അത്യാവശ്യം നല്ല അടിപൊളി ഒരു ഞണ്ട്, അതുപോലെ ഒരു കരിമീൻ, ഇത്തരം തിലോപ്പിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 2 ഗുണം നമ്മളവിടെ കറി വെക്കാൻ കൊടുത്തു കേട്ടോ. ബാക്കിയുള്ള തിലോപ്പിയാണ് നമുക്ക് ഇത്തരം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയാം. പനിയൊക്കെ ബാധിച്ചിരിക്കുന്ന കാരണം നമുക്ക് കുറച്ച് ദിവസം ഷൂട്ടും കാര്യങ്ങളും ഭയങ്കര ശോകം വരുന്നത്. അതുപോലെ തന്നെ സൗണ്ടൊക്കെ ആയി പോയിരിക്കുകയാണ്. ചുമയുണ്ട്, നല്ല ചുമയുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ അധികം വെയിലില്ലാത്ത സ്പോട്ട് നോക്കി നമ്മൾ അത്യാവശ്യം ഒരു ഷൂട്ടിന് വേണ്ടി മാത്രമാണ് ഇന്ന് ഈ തിലോപ്പി പിടിക്കാൻ ഇറങ്ങിയത്. ശരിക്കും കരിമീനുണ്ട്. ശരിക്കും ഇവിടെ കരിമീനൊക്കെ വെയിലത്തോട്ടൊക്കെ നമുക്ക് ശരിക്കും ഈ പനിയൊക്കെ കാരണം വെയിലത്തോട്ടൊക്കെ അധികം പോകാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ ക്ഷമിക്കുക, പനിയൊക്കെ എന്തായാലും മാറിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള നമ്മൾ ഷൂട്ടിലൊക്കെ നമ്മൾ പോകുന്നുണ്ട്. അതേപോലെ നമ്മൾ ക്രോസ് ബോയിന്ന് എടുക്കാത്തത് അതുകൊണ്ട് തന്നെ ആയിരുന്നു. വയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് ക്രോസ് ബോയും കൊണ്ട് നടക്കൽ ഇത്തിരി ശോകമാണ്. അപ്പോൾ ഇപ്പോൾ ഇന്ന് എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക. പിന്നെ ഈ ഡാർട്ടൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതുമാത്രമല്ല നമ്മുടെ കയ്യിൽ എല്ലാ ഒരു 5-8 മോഡൽ ഡാർട്ട് ഉണ്ട്. അതിലിപ്പോൾ ഏറ്റവും മെയിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം ഇന്നത്തെ ഷൂട്ടിങ്ങൾ കണ്ടല്ലോ, എത്ര ദൂരത്താണെങ്കിലും അതേപോലെ എത്ര ഡീപ്പിലാണെങ്കിലും ഏറ്റവും ക്ലിയർ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. കണ്ടോ, ഇപ്പോൾ തിലോപ്പി, ഞണ്ട്, കരിമീനെല്ലാം നമുക്ക് ഈ ഒരു ഡാർട്ടിൽ തന്നെയാണ് നമുക്ക് കിട്ടിയത്. കണ്ടോ, അതുപോലെ നോർമൽ ഡാർട്ട് ഉപയോഗിക്കാറുണ്ട്. നോർമൽ ഡാർട്ട് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ഉണ്ട്. ചില സ്ഥലങ്ങളൊക്കെ വലിയ തിലോപ്പി ഓടി നടക്കുന്നു. ഇവിടെയൊക്കെ ഇച്ചിരി തെളിവാണ്, വെള്ളം നല്ല തെളിവാണ്, എല്ലായിടത്തും നല്ല തെളിവാണ്. പക്ഷേ അത്ര ലോങ്ങിലോട്ടൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡാർട്ട് വെച്ച് ഷൂട്ട് ചെയ്ത് അത്ര ലോങ്ങിലൊക്കെ നല്ല ക്ലിയർ ആയിട്ട് അടിയിൽ ചെല്ലുന്നല്ലോണം. ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം. അത്ര ദൂരത്തൊക്കെ വലിയ തിലോപ്പി അതിൽ കിള കെട്ടി നിൽപ്പുണ്ട്. കണ്ട ആ ലോങ്ങിൽ ഈ ഭാഗത്തൊക്കെ നിറച്ച് കാണാം തിലോപ്പി. പക്ഷെ നമ്മൾ നിർത്തുവാണ്, കാരണം വെയിലും കാര്യങ്ങളൊക്കെ കൂടുതൽ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ഡൗൺ ആയി പോയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നിർത്തുവാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റൊക്കെ ചെയ്യുക നമ്മുടെ ചാനലിൽ വന്നിട്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.